We stand by with the victims of the families of Pahalgam terror attack, and we express our solidarity. And also, most important thing for me, we want to dedicate today's win to all our armed forces who showed a lot of bravery. And they hope they continue to inspire us all, and we give them more reasons on the ground whenever we get an opportunity to make them smile. Thank you. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഏഷ്യ കപ്പില് പാകിസ്ഥാനെ അടിച്ച് തോൽപ്പിച്ചതിന് ശേഷം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നടത്തിയ വികാര നിർഭരമായിട്ടുള്ള ഒരു പ്രസംഗമാണ്. ശരിക്കും പറഞ്ഞാൽ ആവേശജനകം എന്ന് തന്നെ പറയേണ്ടി വരും. സത്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ പാകിസ്ഥാന് കൊടുത്ത രണ്ടാമത്തെ അടിയാണ് ഓപ്പറേഷൻ സൂര്യ. ഇന്ന് പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. വരൂ, നമുക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണോ രാജ്യസ്നേഹമാണോ വലുത് എന്ന് നോക്കാം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി എപ്പോഴത്തെയും പോലെ തന്നെ സംഭാവനകളുടെ കാര്യം ആദ്യമേ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകർ നൽകുന്ന സംഭാവനകൾ കൊണ്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും വീഡിയോ ചെയ്യുമ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരൊരു വരുമാനം തരും. അതിനെയാണ് നമ്മൾ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ പിടിക്കാത്തത് കൊണ്ട് തന്നെ കുറെ ആളുകൾ കൂട്ടമായി റിപ്പോർട്ട് അടിച്ചത് കൊണ്ട് തന്നെ എന്റെ ചാനലിന്റെ റീച്ചും അതുപോലെ ഈ വരുമാനവും ഒക്കെ ഇല്ലാത്തൊരവസ്ഥയായിരിക്കുകയാണ്. ഏകദേശം മാസങ്ങളോളമായി ഞാൻ ഈ ഒരു അവസ്ഥയിൽ തുടരുന്നു. അപ്പോ അങ്ങനെ നമുക്ക് നിർത്തിയിട്ട് പോകാൻ പറ്റില്ല. ഈ വെല്ലുവിളികളൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വരണം എന്നതുകൊണ്ടാണ് ഇത് കാണുന്ന ആളുകളുടെ സപ്പോർട്ട് നമ്മൾ ചോദിച്ചത്. അപ്പൊ തുടർന്നും കുറച്ച് നാള് ഇതൊന്ന് സോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് എടുക്കും. ആ ഒരു സമയം വരെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. ഏഷ്യ കപ്പ് ക്രിക്കറ്റ്. ആദ്യം ഈ വിഷയം ആരംഭിക്കുന്ന സമയത്ത് പഹൽഗാം വിഷയമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പാകിസ്ഥാനുമായി ഇന്ത്യ ക്രിക്കറ്റ് കളിക്കുന്നത് ശരിയല്ല എന്നൊരു ആരോപണം പല സ്ഥലത്തു നിന്നും ഉയർന്നു വന്നിരുന്നു. നിങ്ങളൊക്കെ കണ്ടു കാണും. ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയമായി ഈ വിഷയത്തെ ഉപയോഗിക്കാൻ അന്ന് വിചാരിച്ച കുറെ ആളുകൾ, നമുക്കറിയാമല്ലോ ഭരിക്കുന്നത് BJP ആയതുകൊണ്ട് തന്നെ BJPയുടെ എതിർപക്ഷത്തുള്ള ആളുകൾ എന്ത് സംഗതി ലഭിച്ചാലും അത് ആയുധമായി തന്നെയാണ് കൊണ്ടു നടക്കാറുള്ളത്. നല്ല രീതിയിൽ ഒരു ആയുധമായി എടുത്ത് ഉപയോഗിച്ചതാണ് പഹൽഗാം അറ്റാക്ക്. പാകിസ്ഥാന്റെ പിന്തുണയോടെയാണ് ഭീകരവാദികൾ നടത്തിയതെന്നിരിക്കെ അവരുമായിട്ട് ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ ഏർപ്പെടുന്നത് ശരിയല്ല, മത്സരം ബഹിഷ്കരിക്കണം എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് വരെയൊക്കെ ഇന്ത്യയിൽ പലയിടത്തായി നടന്നു. എന്നാൽ അങ്ങനെ ഒരു തീരുമാനമല്ല ഇന്ത്യയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമും എടുത്തതെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു തീരുമാനത്തിന്റെ ആവശ്യമുണ്ടോ? അത് എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നത് പോലെയല്ലേ വരുള്ളൂ. കാരണം ക്രിക്കറ്റിൽ നിന്നും വിട്ടു നിന്നാൽ സത്യത്തിൽ ഇന്ത്യൻ ടീമിനാണ് അതിന്റെ ഒരു ദോഷം വരാൻ പോകുന്നത്. അവരാണ് റാങ്കിങ്ങിൽ താഴെ പോവുക. എന്തിന് പാകിസ്ഥാനുമായി ഒരു പ്രശ്നമുള്ളതിന്റെ പേരിൽ ക്രിക്കറ്റിൽ ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുന്ന, വേൾഡ് വൈഡ് ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഇന്ത്യ എന്തിന് ഒരു മത്സരം വേണ്ടെന്ന് വെക്കണം? എന്തിന് നമ്മുടെ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഇല്ലാതാക്കണം? പാകിസ്ഥാനുമായിട്ട് മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ അല്ലെ? അല്ലാതെ ക്രിക്കറ്റിനോടും പ്രശ്നമില്ല, ലോകത്തിലെങ്ങുമുള്ള ക്രിക്കറ്റ് ആരാധകരോടും പ്രശ്നമില്ല. നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത റാങ്കിങ് നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ അതിന് നമ്മൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവരുടെയൊക്കെ ഈ പറയുന്ന പല പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കരുതി നമ്മൾ നേടിയെടുത്ത ഒരു സ്ഥാനം നമ്മൾ വിട്ടുകളയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ വിട്ടുകളയാതെ ഞങ്ങൾ ആ ക്രിക്കറ്റ് കളിക്കും എന്നതാണ് ഇന്ത്യൻ ടീം എടുത്ത തീരുമാനം. അതിൽ തന്നെ ആരും പ്രതീക്ഷിക്കാത്ത, പ്രത്യേകിച്ച് പാകിസ്ഥാനും പാകിസ്ഥാന്റെ ശിങ്കിടികളും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിൽ ഒന്നാമത്തെ നോക്കുകയാണെങ്കിൽ കളി തുടങ്ങുന്നതിന് മുമ്പ് ടോസ് ഒക്കെ ഇടുന്ന സമയം മുതൽ പരസ്പരം ഹസ്തദാനം ചെയ്തിട്ടൊക്കെയാണ് എപ്പോഴും കളി ആരംഭിക്കുക. ഓൾമോസ്റ്റ് എല്ലാ ഗെയിമിന്റെയും പ്രത്യേകത അതാണ്. എന്താണെന്ന് വെച്ചാൽ സ്പോർട്സ് എന്ന് പറയുന്ന സംഗതിയിൽ ഒരു മത്സരം ഉൾപ്പെട്ടിട്ടുണ്ടെന്നിരിക്കെ ഇതിന്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. പുറത്ത് പേഴ്സണൽ ആയിട്ടൊന്നും വേറെ ഇഷ്യൂസ് ഒന്നും വരാൻ പാടില്ല. ആ മത്സരം ഒരു വൈരാഗ്യത്തിലേക്കോ ഒരു വിനാശത്തിലേക്കോ ഒന്നും കലാശിക്കരുത് എന്നത് ഈ പറയുന്ന സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ മാത്രമേ ഈ കളി എടുക്കാവുള്ളൂ എന്നതിന്റെ കൂടെ ഒരു സൂചനയായിട്ട്, ഒരു സൗഹൃദമാണ് നമ്മൾ തമ്മിലുള്ളത് എന്നതിന്റെ സൂചനയായിട്ടാണ് ഹസ്തദാനം ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ കോമൺ ലാംഗ്വേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത്. അത് കൊടുത്തില്ല എന്നുള്ളതാണ്. ഷേക്ക് ഹാൻഡ് കൊടുത്തില്ല എന്നത് മാത്രമല്ല, മുഖത്ത് പോലും നോക്കിയില്ല. ഗെയിം കളിച്ചു, നല്ല രീതിയിൽ പാകിസ്ഥാനെ നിലം തൊടിക്കാതെ തോൽപ്പിച്ചതിന് ശേഷം എന്തുണ്ടായി? ഇതേപോലെ തന്നെ ഹസ്തദാനം കൊടുത്തില്ല, മുഖത്ത് നോക്കിയില്ല, ചിരിച്ചില്ല. ഇന്ത്യൻ ടീം മുഴുവൻ ഒന്നും മിണ്ടാതെ നേരെ ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട് വാതിലടക്കുകയാണ് ചെയ്തത്. പാകിസ്ഥാൻ ടീമിൽ നിന്നൊക്കെ ഇന്ന് പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ മലയാള മാധ്യമങ്ങൾക്കുള്ള ഉത്സാഹം നിങ്ങളൊന്ന് കാണണം. പ്രത്യേകിച്ച് മാതൃഭൂമി, അതുപോലെ തന്നെ മീഡിയ വൺ, ഇവർക്കൊക്കെ അങ്ങ് ഭയങ്കര ഉത്സാഹമാണ് പാകിസ്ഥാൻ മീഡിയയുടെ ഭാഗത്തു നിന്ന് വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ വേണ്ടി. ഞങ്ങൾ ഡ്രസ്സിംഗ് റൂമിന്റെ ഒക്കെ ഫ്രണ്ടിൽ പോയി, പക്ഷെ അവരാരും പുറത്തേക്ക് വന്നില്ല, ഇത് ഭയങ്കര മോശമായി പോയി, നമ്മളുടെ ഗെയിം കളിച്ചിട്ട് ഇങ്ങനെയല്ല പെരുമാറേണ്ടത് എന്ന രീതിയിൽ അവർ പറയുന്നു. അപ്പൊ ഇവിടെ കുറെ കമന്റുകൾ ഇങ്ങനെ എഴുതി വരുന്നു. പ്രത്യേകത ആൾക്കാരുടെയാണ് കമന്റ്, അത് ഞാൻ എടുത്തു പറയാം അടുത്തതിൽ. കമന്റുകൾ ഇങ്ങനെ വരുന്നു. എന്താണ് പറയുന്നത്? ഇത് ശരിയായില്ല, ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. എന്നാൽ ഇത് മാത്രമല്ല പെരുമാറിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? വേദനിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായി വേദനിപ്പിക്കാൻ അറിയാം എന്ന രീതിയിൽ കൃത്യമായിട്ട് ഒരു ബൈറ്റും കൂടി അദ്ദേഹം എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് മീഡിയാസിന് കൊടുത്ത ആ ബൈറ്റാണ് നിങ്ങൾ ആദ്യമേ കണ്ടത്. അദ്ദേഹം വളരെ വ്യക്തമായി അവിടെ നിലപാട് പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? ഞങ്ങൾ പഹൽഗാമിലെ ഇരകളോടൊപ്പമാണ്. ഞങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിൽ പോരാടിയ സോൾജേഴ്സിന് ഈ വിജയം സമർപ്പിക്കുകയാണ്. ഞങ്ങൾ അവരോടൊപ്പമാണ്.
പാകിസ്ഥാനെ ഏതൊക്കെ രീതിയിൽ തോൽപ്പിക്കാൻ പറ്റുമോ അത് ഗ്രൗണ്ടിലാണെങ്കിൽ ഗ്രൗണ്ടിൽ ഞങ്ങൾ ഇനിയും ചെയ്യും. എന്തിനാണ്? ഈ ഇരകൾക്കും ഞങ്ങളുടെ സോൾജേഴ്സിനും മുഖത്ത് പുഞ്ചിരി വിരിയാൻ ഒരു കറ തീർന്ന രാജ്യസ്നേഹിയുടെ വാക്കുകളാണിത്. അല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം. അങ്ങനെയാണെങ്കിൽ കളിക്കരുത്, കളിച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്ന മനുഷ്യരെ നിങ്ങൾ എത്ര നാൾ ഈ മാനവികതയും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കും? നിങ്ങളുടെ വിഷയം മാനവികതയാണെങ്കിൽ, മതം വിഷയമായിരിക്കുന്ന ആളുകളോട് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നില്ല, അതിലേക്ക് പിന്നീട് വരാം. മാനവികതയാണ് വിഷയമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നവരോട് ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ പറയുന്ന മാനവികതയെങ്കിൽ, അങ്ങനെ ക്ഷമിച്ച് കുടുംബം മുച്ചോട് മുടിഞ്ഞാലും ഈ മാനവികതയും പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നതെങ്കിൽ സൗകര്യപ്പെടില്ലെന്ന്. അങ്ങനെ ഇന്ത്യ ഇരുന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന കാലത്ത്. അന്ന് പാകിസ്ഥാൻ പല രീതിയിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നു. അത് അതിർത്തിയിൽ അടിച്ചുകൊണ്ടിരുന്നു, അല്ലാതെ നുഴഞ്ഞു കയറി അടിച്ചുകൊണ്ടിരുന്നു, പല പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പോഴൊക്കെ ഇന്ത്യൻ സൈന്യത്തിനോട് ഒന്നും ചെയ്യണ്ട, മിണ്ടണ്ട എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ കാലം മാറി മോദി ഭരിക്കുമ്പോൾ ഇന്ത്യയിലേക്ക് വന്ന് എന്ത് ചെയ്താലും 10 ഇരട്ടി വേഗത്തിൽ അത് തിരിച്ചു കിട്ടും എന്നവർക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി. അത് വെള്ളം നിർത്തിയത് മുതൽ ഇന്ന് ക്രിക്കറ്റിൽ വരെ. ഇതൊക്കെയും സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്താൽ മതി, ഇതൊക്കെയും ഒരു കാര്യമല്ല എന്ന് നിങ്ങൾക്ക് പറയാം. ആ പഹൽഗാമിൽ കൊല്ലപ്പെട്ടത് നിങ്ങളുടെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ വർത്താനം നിങ്ങൾ പറയുമായിരുന്നോ? സ്പോർട്സ് വേറെ കാണണം എന്ന് നിങ്ങൾ പറയുമായിരുന്നോ? ഈ സ്പോർട്സ് വേറെ കാണണമെന്ന് പറയുന്ന പാകിസ്ഥാൻകാർക്ക് സ്പോർട്സ് വേറെ ആണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഓപ്പറേഷൻ സിന്ദൂറിൽ യഥാർത്ഥത്തിൽ വിജയിച്ചത് ആരാണെന്ന് ലോകത്തിന് മുഴുവനും അറിയാം. എന്നിട്ട് ഞങ്ങളെ വിജയിച്ചു എന്ന് പറഞ്ഞ് റാലി നടത്തിയവന്റെ പേര് ഷാഹിദ് അഫ്രീദി. ക്രിക്കറ്റും അയാളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ. അവര് ദേശീയത ക്രിക്കറ്റിൽ കലർത്തുന്നു, അവര് രാജ്യസ്നേഹം ക്രിക്കറ്റിൽ കലർത്തുന്നു, അവര് അവരുടെ എല്ലാ ആശയങ്ങളും ക്രിക്കറ്റിൽ കലർത്തുന്നു. ഇന്ത്യ ചെയ്യാൻ പാടില്ല അല്ലെ? അങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി എന്നേ പറയാനുള്ളൂ. ഇന്ത്യയിലുള്ളവർക്ക് എന്താ ദേശീയതയില്ലേ? ഇന്ത്യയിലുള്ളവർക്ക് എന്താ രാജ്യസ്നേഹമില്ലേ? ഇത് കഴിഞ്ഞ് നടത്തിയ പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായി ക്യാപ്റ്റൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ക്യാപ്റ്റൻ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്, ഇന്ത്യയുടെ ഒരു പടയാളി തന്നെയാണ് അദ്ദേഹം. സ്പോർട്സ് മുഖത്ത് ഇന്ത്യയുടെ ഒരു പടയാളി തന്നെയാണ് അദ്ദേഹം. അതിർത്തിയിൽ സൈനികർ അതിനൊപ്പം വാല്യൂ വരുന്ന ഒരു സംഗതി തന്നെയാണ് അദ്ദേഹം ഗ്രൗണ്ടിൽ ചെയ്തത്. അത് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യനെ പ്രതിനിധീകരിച്ചാണ് കളിക്കുന്നതെങ്കിൽ ഇന്ത്യക്ക് വന്ന ഓരോ ഡാമേജും അത് എനിക്ക് വന്നതാണ് എന്ന ബോധ്യം ഓരോരുത്തർക്കും ഉണ്ടാവും, ഓരോ ഇന്ത്യനും ഉണ്ടാവും. അത് രാജ്യസ്നേഹം മനസ്സിലുള്ള ആളുകൾക്ക് ഉണ്ടാവും. അതില്ലാത്ത ആളുകളോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മതം മാത്രം വെച്ച് ഇതിനെ എല്ലാത്തിനെയും അളക്കുന്ന ആളുകളെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഒന്ന് അഡ്രസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തിനാണ് നിങ്ങൾ ഇന്ത്യ വിരുദ്ധതയും കൊണ്ട് ഇങ്ങനെ ഇന്ത്യക്കകത്ത് ജീവിക്കുന്നത്? മനസ്സിലാവുന്നില്ല. തീർച്ചയായും ഇന്ത്യയിൽ ഭീകരാക്രമണം പോലുള്ള കാര്യങ്ങൾ തുടർന്നും ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരക്കാരെ സ്ലീപ്പർ സെൽസ് ഇവരെ കണ്ടെത്തി, അത് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിൽ അങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഇവിടുത്തെ ഗവൺമെന്റ്. അതിനെത്രത്തോളം അമാന്തിക്കുന്നോ ഈ പറയുന്ന മാനവികതക്കാരുടെയും ബാക്കി കമ്മികളുടെയൊക്കെ വാക്ക് കേട്ട് മിണ്ടാതിരിക്കുന്നു, വലിയ അപകടമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിൽ സംഭവിക്കാൻ പോകുന്നത്. തീർച്ചയായും സ്പോർട്സ് വേറെ, ബാക്കി എന്ത് വേറെ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ജീവിതത്തിന്റെ ഇത് കളിക്കണ കളിയൊന്നുമല്ല. ഇന്നിപ്പോ ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു ഭീകരം വന്ന് ബോംബിട്ടാൽ, അല്ലെങ്കിൽ ഇവിടെ വന്ന് പൊട്ടിത്തെറിച്ചാൽ, ഇതുപോലെ മതം നോക്കി കൊന്നാൽ അതെന്റെ ലൈഫ് ത്രെട്ടാണ്, എന്റെ ജീവിതം അവിടെ തീർന്നു. നിങ്ങൾക്ക് ഇതൊക്കെ കളിയാണോ? ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ക്രിക്കറ്റ് കളിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇളിച്ച് അവരടുത്ത് ഹസ്തദാനം കൊടുത്ത് നാണം കെട്ടവരായി നിൽക്കണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഏത് രീതിയിലാണ് ഇവരോട് ഐക്യപ്പെടാൻ സാധിക്കുക? ഇന്ന് നിലപാടുള്ള ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന സംഗതി ബഹിഷ്കരണമാണ്. ബഹിഷ്കരണം ചെയ്യാൻ പറ്റാത്തടത്ത് ഇതേപോലെ തോപ്പിക്കും, അടപടലം തോപ്പിക്കും, എന്നിട്ട് നാറ്റിക്കും. മൈൻഡും ചെയ്യില്ല, ചിരിക്കില്ല, അതൊന്നും അർഹിക്കുന്നില്ല, സൗഹൃദം അർഹിക്കുന്നില്ല. ട്രംപുമായിട്ടുള്ള വിഷയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നരേന്ദ്രമോദിയുടെ ഒരു മാതൃകയാണ്, അദ്ദേഹം തന്നെയാണ് എല്ലാവർക്കും ഇത് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ട്രംപുമായിട്ടുള്ള വിഷയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ട്രംപിന്റെ തിരഞ്ഞെടുപ്പിന് പോലും അവിടെ പോയി മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രചരണത്തിന് നിന്ന വ്യക്തിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. എന്നിട്ട് അദ്ദേഹത്തോട് എന്താ കാണിച്ചേ? താരിഫും കൂട്ടി വെച്ചൊരു പണി പണിതിട്ട് ഈ നിമിഷം വരെ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഈ നിമിഷം വരെ പ്രതികരിച്ചിട്ടുണ്ടോ? പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ആ ഫ്രണ്ട്ഷിപ്പ് അവിടെ തീർന്നു. അത്രേ ഉള്ളൂ. നമ്മുടെ നിലനിൽപ്പിന്, നമ്മുടെ രാജ്യത്തിന് എതിരായി വരുന്ന ആളുകളോടുള്ള സൗഹൃദം നമുക്ക് ആവശ്യമില്ല. അങ്ങനെ കുനിഞ്ഞ് കാല് പിടിച്ച് നിന്നിരുന്ന ഒരു സമയം ഇന്ത്യക്കുണ്ടായിരുന്നു. ഇനി അതിന്റെ ആവശ്യമില്ല. ഇന്ത്യ ഇന്ന് ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ തല ഉയർത്തി തന്നെയാണ് നിൽക്കുന്നത്. അത് ഇവിടെയുള്ള ഈ കമന്റ് ഇടുന്ന കുറെ ആളുകൾക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കിക്കോളൂ. ഇനിയുള്ള സമയത്തെങ്കിലും തീർച്ചയായും രാജ്യസ്നേഹം എന്താണെന്ന്, അല്ലെങ്കിൽ രാജ്യത്തിനോട് കൂറുള്ളവരായിരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഓരോ വ്യക്തികളെയും പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഈ മലയാളികൾക്ക് സിവിക് സെൻസ് ഇല്ലാന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇതൊക്കെയും ഇതിന്റെ ബേസ് ആണ്. എങ്ങനെയാണ് സിവിക് സെൻസ് വരുന്നത്? സ്വന്തം നാടിനോട്, ജീവിക്കുന്ന സ്ഥലത്തോട് ഒന്നും യാതൊരു രീതിയിലുള്ള മമത ഇല്ലാത്ത മനുഷ്യര് കാണുന്നിടത്ത് വേസ്റ്റ് ഇടും, കാണുന്നിടത്ത് മുറുക്കിത്തുപ്പും, കാണുന്നിടത്ത് വിസർജിക്കും. അവർക്ക് ആദ്യം അവരുടെ നാടിനോട്, അവരുടെ സ്ഥലത്തോട് ഒക്കെ ഒരു മതിപ്പ് വരുന്ന രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ബേസ് തയ്യാറാക്കണം. അതിനിവിടുത്തെ പുഴുക്കുത്തുകളെ തയ്യാറാക്കണം. കുറെ ഫിലിം മേക്കേഴ്സും കുറെ ആൾക്കാരും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ലജ്ജിക്കുന്നു, എന്തിനാ പാകിസ്ഥാന് കൈ കൊടുക്കുക, ഒറ്റയ്ക്കിരുന്നങ്ങ് ലജ്ജിച്ചാൽ മതി, ഞങ്ങൾക്ക് അതിന് സൗകര്യമില്ല.
ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് ലെവലിന് അനുസരിച്ച് മര്യാദ പാലിക്കുന്നവരോട് മാത്രം സൗഹൃദം കൂടേണ്ട ആവശ്യമുള്ളൂ. കണ്ട അണ്ടനെ അടകോടനെയൊക്കെ മനുഷ്യത്വത്തിന്റെ പേരിൽ ചേർത്ത് പിടിക്കാൻ സൗകര്യപ്പെടില്ല. അത് തന്നെയാണ് പറയുന്നത്, സൗകര്യപ്പെടില്ല. ഇനി ഇന്ത്യക്ക് സൗകര്യപ്പെടില്ല. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനോടൊപ്പം, മോദിയോടൊപ്പം, ഇന്ത്യയോടൊപ്പം. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.